കോളേജിൽ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ്, ഓണം വെക്കേഷൻ കഴിഞ്ഞ്, പിള്ളേരുടെ ഓണം എക്സാമും കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ്റെ വ്ളോഗ് ഇടാൻ പറ്റും? എനിക്ക് പറ്റും. കാരണം ഞാനാണല്ലോ. അപ്പോൾ ഓണം സെലിബ്രേഷൻ്റെ അന്ന് രാവിലെ ഞാനൊരു ട്രാൻസിഷൻ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല ഗൈസ്. ഈവൻ അതിൻ്റെ ഇടയിൽ കയറി കൊളാക്കി. പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനം എനിക്ക് ഒരു എസ്തെറ്റിക്സ് മാച്ച് ആവണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വേഗം പോയിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. ബസ്സൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓന് ഫോട്ടോ എടുത്ത് തരും, പിന്നെ എന്നെ കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓന് വരുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് റെഡി ആവണം ഉണ്ടായിരുന്നു. പക്ഷേ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടോണർ ഇട്ട് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് പിന്നെ ഷടപ്പടയെന്നായിരുന്നു കാര്യങ്ങൾ. ക്യാമറ ഒക്കെ ഓഫാക്കി. കാരണം മൊബൈലിൽ നോക്കിയിട്ട് ഇത് ചെയ്യാമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി ടൈം വേണം. പോയി ശരിയാണോ നോക്കി തിരിച്ചു വന്ന് അങ്ങനെ ആകുമ്പോൾ ടൈം പിന്നെയും ഡിലേ ആവും. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. സിമ്പിൾ മേക്കപ്പ് ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിച്ച് എടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അങ്ങനെ അധികം തൊടാനും കാര്യങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സിമ്പിൾ ആൻഡ് ബേസിക് മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ കയറിയിട്ട് ഫോട്ടോ എടുത്തത്. വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ തിരുവാതിരക്കളി നമ്മുടെ ക്ലാസ്സിൽ പിള്ളേർ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ആയിക്കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത് വേറെ ഏതോ ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോയാണ്. പിന്നെ ഉറിയടി, കസേരക്കളി തുടങ്ങി എല്ലാ മത്സരങ്ങളും ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഫിസിയോളജി എടുത്തിരുന്ന മിസ്സാട്ടോ. അപ്പോൾ എനിക്ക് ഫിസിയോളജി ഇല്ല. 4 സെം വരെ എനിക്ക് ഫിസിയോളജി എടുത്ത മിസ്സാണ്. ഇത് പിന്നെ എൻ്റെ സ്റ്റാറ്റിക് മിസ്സാണ്, കമർ മിസ്സുമാരൊക്കെ കുറേ അടിക്കാൻ പിന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെ കൂടാണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂക്കളായിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സോളിഡ് ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എരിവുള്ളത് ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ലൈറ്റായിട്ടേ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സദ്യ എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ക്ലാസ്സിലിരുന്നിട്ട് കുറച്ച് എസ്തെറ്റിക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കളിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് സദ്യ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് വേണ്ടിയിട്ട് പായസം കൊണ്ടുവന്നു ഗായ്സ്. മധുരമുള്ളത് നമുക്ക് കഴിക്കാമല്ലോ. ഇത് പിന്നെ ലിക്വിഡ് ആയതുകൊണ്ട് അങ്ങനെ കൊടുന്ന് തന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു കേട്ടോ. സദ്യ കോളേജ് മൊത്തത്തിൽ അങ്ങനെ കാറ്ററിങ് ഏൽപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പം കസേരക്കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ എനിക്ക് തോന്നിയത്. പക്ഷേ ചിലവരൊക്കെ പറഞ്ഞ് തീരെ വൈബില്ല, പോരാന്നൊക്കെയാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ തന്നെ ഇറങ്ങിയാലേ അത് വൈബാവുള്ളൂ. പെട്ടെന്ന് കേട്ടോ മഴ പെയ്തത്. അതുകൊണ്ട് ഊഞ്ഞാലിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഊഞ്ഞാലിൽ ഞാൻ പോയിട്ട് ഇരുന്നിട്ട് വീഡിയോ എടുത്തു. 3 മണിയായപ്പോഴുള്ളൊരു യൂഷ്വൽ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ബസ്സിൽ സീറ്റ് പിടിക്കാൻ വേണ്ടി പോകണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ കഫേയിൽ പോയിട്ട് നമ്മൾ അവക്കാഡോ ഷേക്ക്, സ്കൂൾ കഫേയിൽ അവക്കാഡോ ഷേക്ക് എൻ്റെ മോനെ സീൻ സാധനമാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്.